അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡിനെ പിടിക്കാൻ വന്നതാണ് കേട്ടോ. രാവിലെ കറക്റ്റ് ടൈം വന്ന് കറക്റ്റ് സമയത്ത് നമുക്ക് സാധനം കിട്ടി. അതിനെപ്പറ്റി നല്ല കറക്റ്റ് ലൈറ്റ്. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു പക്ഷി അത് ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് നമുക്ക് കിട്ടാനായിട്ട്. നമ്മളത് കാണാൻ വേണ്ടി കേരളത്തിൽ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട്, കണ്ണൂർ. പക്ഷേ കിട്ടാണ്ട് ഇതിപ്പോൾ അവസാനം കോമംഗലത്ത് എത്തിയപ്പോൾ കൂറ്റനാട് കോമംഗലത്താണ് കിട്ടിയത്. സ്വന്തം ജില്ല പാലക്കാട്. നമ്മുടെ നല്ല ഒരു ഹാബിറ്റാറ്റാണ് കേട്ടോ അത്. ഉണ്ടോ അറിയാൻ നല്ല പുല്ല് വളർന്നേക്കണം. ഇത്തരം സ്ഥലങ്ങളാണ് ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ്, ബ്രോഡ് ടൈൽ ഗ്രാസ് ബേർഡ്. പിന്നെ മറ്റേ പക്ഷിയുടെ പേരെന്താ, പല്ലാസ് ഗ്രാസ് ഹോപ്പർ വാർബ്ലർ. ഇത് സ്ഥലത്താണോ? ഏകദേശം ഇതേപോലെ സ്ഥലത്ത് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല സ്ഥലത്ത് കിട്ടി. നല്ലൊരു അനുഭവം അല്ലേ? വീഡിയോ കിട്ടി, ഫ്ലൈറ്റ് ഷോട്ട് കിട്ടി. അതെ അതെ അതെ, ഫോട്ടോ കിട്ടി. അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡ് എന്ന മുള്ളൻ പുൽക്കുരുവി ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രജനനം നടത്തുന്ന പക്ഷിയാണ് കേട്ടോ. ഇത് മഞ്ഞുകാലത്ത് നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് ദേശാടകനായിട്ട് എത്തും. നമ്മുടെ പ്രദേശത്ത് നല്ല പുല്ലുള്ള പ്രദേശത്ത് അത് ഒളിച്ച് ജീവിക്കാനാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. നല്ല പുല്ല് വേണം, നല്ല ഹൈറ്റുള്ള പുല്ലിൽ ആ പുല്ലുള്ള പ്രാണികളൊക്കെയാണ് ഭക്ഷണമാക്കുക. ഇതിലെ പുല്ലിൽ ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് ചാടും, എന്നിട്ട് ഇങ്ങനെ നേരെ വന്ന് പുല്ലേക്ക് തന്നെ മറിയിടുക. അപ്പോൾ അങ്ങനെ റയറായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം, പുല്ലിന്ന് പെട്ടെന്ന് മുകളിലേക്ക് ഇങ്ങനെ വരും, എന്നിട്ട് നേരെ വന്ന് പുല്ലിലേക്ക് താഴും, വീണ്ടും പുല്ലിന്ന് മുകളിലേക്ക് പോകും. ഇടയ്ക്ക് അപൂർവമൊക്കെ ആയിട്ട് വന്നിട്ട് ഈ കരയിലൊക്കെ വന്നിരിക്കുള്ളൂ. കരയിൽ പറഞ്ഞാൽ അടുത്ത് കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടോ ഒരാൾ നേരെ ഒന്ന് താഴ്ന്നു പോകാൻ കേട്ടോ. പിന്നെ നമുക്ക് അവിടെ പുള്ളിയെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റയറായിട്ട് കാണാൻ കേട്ടോ. നമ്മൾ കണ്ടത് രാവിലെയും വൈകുന്നേരമായിരുന്നു കേട്ടോ. ആ സമയത്താണ് പുള്ളി ആക്റ്റീവായി കണ്ടത്. ഇപ്പോൾ അവൻ കറക്റ്റ് സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഉപയോഗിച്ചിട്ട് ക്യാമറയ്ക്ക് കറക്റ്റ് ഫ്രണ്ടിലായിട്ട് വന്ന് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അടിപൊളി, നല്ലൊരു ഫോട്ടോ കിട്ടുമ്പോൾ. തൊട്ടടുത്ത് തന്നെ കേട്ടോ, 10 മീറ്റർ ഇല്ല. എത്രയോ റയറായ പക്ഷിയാണ്. രണ്ടാമത്തെ ഏത് നമ്മൾ കാണുന്നത്? ആദ്യം കണ്ടോന്നല്ല അല്ലേ? ഓക്കെ. തൊട്ടടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള പുല്ലുള്ള നല്ല വന്യമായ പ്രദേശത്താണ് കേട്ടോ നമ്മുടെ ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡൊക്കെ വരിക. ഇതുപോലെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ വരുന്ന വേറെയും ധാരാളം പക്ഷികളുണ്ട്. പലതും വളരെ അപൂർവമായി മാത്രം കാണുന്ന പക്ഷികളൊക്കെ ആണ് കേട്ടോ. ഇത്തരം പുല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു ഹാബിറ്റായിട്ടാണ്. ഇവിടെ ഇതിൽ അധിവസിക്കുന്ന കുറേ തരം പക്ഷികളുണ്ട്. അതിൻ്റെ സിസ്റ്റിക്കോള എന്നൊക്കെ പറഞ്ഞ പക്ഷികളും മറ്റു കുറേ വാർബിളർ ടൈപ്പ് പക്ഷികളൊക്കെ ഇത്തരം പുല്ലുകളിലൊക്കെ അധിവസിക്കും. കണ്ടാൽ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് വലിയൊരു ആവാസ വ്യവസ്ഥയാണ് കേട്ടോ. നമുക്കിവിടെ നല്ല റയറായ സൂപ്പറായ ബ്രസീലിൻ്റെ ഗ്രാസ് ബേർഡിനെ കിട്ടി. നമ്മളുടെ എല്ലാവരുടെ പ്രദേശത്തും ഇതുപോലെ ഓരോ തരം പക്ഷികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.